അക്വാഫിറ്റ് നീന്തൽ പരിശീലന പദ്ധതിയിലൂടെ ആദ്യഘട്ടത്തിൽ 14,000 വിദ്യാർത്ഥികൾക്ക് പരിശീലനം നൽകുമെന്ന് പൊതുവിദ്യാഭ്യാസ മന്ത്രി എൻ ശംസുദ്ദീൻ. പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ 100 ദിന കർമ്മ പദ്ധതിയുടെ ഭാഗമായി സ്കൂൾ വിദ്യാർത്ഥികൾക്കായി നടപ്പാക്കുന്ന അക്വാഫിറ്റ് നീന്തൽ പരിശീലന പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം തിരുവനന്തപുരം ജിമ്മി ജോർജ് അക്വാട്ടിക് കോംപ്ലക്സിൽ നിർവഹിക്കുകയായിരുന്നു മന്ത്രി. കേരളം ധാരാളം പുഴകളും നദികളും വാട്ടർ റിസർവോയറുകളും ഒക്കെയുള്ള ഒരു പ്രദേശമാണ്. അതുകൊണ്ട് തന്നെ നീന്തൽ അറിയുക എന്നുള്ളത് നമ്മുടെ നിത്യജീവിതവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഒന്നാണ്. പഴയകാലത്ത് ഇതിലേറെ സങ്കീർണമാണ്. കാരണം ഇന്ന് കാണുന്ന പാലങ്ങളെല്ലാം ഉള്ളിടത്തൊക്കെ കടവുകളായിരുന്നു. നിങ്ങൾക്കൊന്നും ചിലപ്പോൾ അത് ഓർമ്മ കാണില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും കടക്കണമെങ്കിൽ തോണി വേണം. തോണി മറിയലും അപകടങ്ങൾ ഉണ്ടാകലും ഒക്കെ കേരളത്തിൽ ഈ വർഷക്കാലത്ത് പ്രത്യേകിച്ചും നിത്യസംഭവങ്ങളായിരുന്നു. അപ്പം നീന്തൽ അറിയുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. ഒരു ജീവൻ രക്ഷാ മാർഗം തന്നെയാണ്. അതോടൊപ്പം നന്നായി നീന്തുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അതൊരു വലിയ ആരോഗ്യപരമായ പരിരക്ഷ കൂടിയാണ്. 100 ദിന കർമ്മ പദ്ധതിയുടെ ഭാഗമായി സംസ്ഥാനത്തെ 14 ജില്ലകളിലുമായി 14,000 വിദ്യാർത്ഥികൾക്ക് നീന്തൽ പരിശീലനം നൽകുകയാണ് ലക്ഷ്യം. ഓരോ ജില്ലയിലും 1000 കുട്ടികൾക്ക് പരിശീലനം ലഭ്യമാക്കും. പരിപാടിയിൽ ആരോഗ്യം ദേവസ്വം വകുപ്പ് മന്ത്രി കെ മുരളീധരൻ അധ്യക്ഷത വഹിച്ചു. സ്പോർട്സ് യുവജനക്ഷേമ മന്ത്രി ഒ ജെ ജനീഷ് മുഖ്യാതിഥിയായി പങ്കെടുത്തു. പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ സ്നേഹിൽ കുമാർ സിംഗ്, കായിക യുവജനകാര്യ ഡയറക്ടർ ഡോക്ടർ റെജിൻ MC, അഡീഷണൽ ഡയറക്ടർ ഡോക്ടർ CS പ്രദീപ്, ഒളിമ്പ്യൻ PR ശ്രീജേഷ് എന്നിവർ ആശംസകൾ നേർന്നു സംസാരിച്ചു. ന്യൂസ് ഡെസ്ക് മലബാർ ശബ്ദം. Shopping Weddings, the bridal legacy.